കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ബ്രെഡിൻ്റെ 3 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 വശവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ബ്രെഡ് ക്രംസിലേക്ക് നമുക്കിനി കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം ചിക്കൻ ഇടാം. കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് തോർന്നിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ. 3 ബ്രെഡ് സ്ലൈസും 300 ഗ്രാം ചിക്കനുമാണ് ഈ മിക്സിയുടെ ജാറിലുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇനി 1/2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്, 1/2 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരേപോലെ വെന്ത് വരികയില്ല. ഏകദേശം വലിയ കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് തയ്യാറാക്കാം. ഈ അളവിൽ ബ്രെഡും ചിക്കനും എടുക്കുകയാണെങ്കിൽ ഈ വലുപ്പമുള്ള 15 എണ്ണം നമുക്ക് തയ്യാറാക്കാം. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസുമാണ് വേണ്ടുന്നത്. മുട്ടയിലേക്ക് 2 നുള്ള ഉപ്പ് കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാൻ പരുവത്തിന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇതിൽ നിന്നും കുറച്ചെടുത്ത് അടുത്ത ദിവസം ഫ്രൈ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ്. നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ പ്ലാസ്റ്റിക്കിൻ്റെ എയർ ടൈറ്റ് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ തണുപ്പ് മാറ്റിയതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായോ എന്നറിയാൻ അതിലേക്കൊരു ചെറിയ പീസ് ബ്രെഡാണ് ഇട്ടത്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നഗറ്റ്സ് ഇടാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. പാത്രത്തിൽ കൊള്ളാവുന്നത്ര പീസ് ഇടരുത്, കുറേശ്ശെ വേണം ഇടാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. എണ്ണയിലേക്കിട്ട് ഒരു 30 സെക്കൻഡ് ആയപ്പോഴേക്കും ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. വീണ്ടും അടുത്ത 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതുപോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു 6 മുതൽ 7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് കഴിയും. ഇപ്പോൾ 4 മിനിറ്റ് ആയി കഴിഞ്ഞു. ചെറിയൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി ആകുമ്പോഴേക്കും പരുവത്തിന് വെന്ത് കഴിയും. പുറമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞു. അകവും നല്ലതുപോലെ വെന്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെന്തോന്ന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇനി ഇത് എണ്ണയിൽ നിന്നും പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. സാധാരണ നമ്മൾ ചിക്കൻ നഗറ്റ്സ് പാക്കറ്റിലേത് വാങ്ങി ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ നല്ലതുപോലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക്
പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകവശം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.